ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള LDF ഭരണസമിതിയിലൂടെ 2020 മുതൽ 2025 വരെ നടപ്പാക്കിയ വികസന പദ്ധതികൾ. ജനത്തെ മുൻനിർത്തിയ പ്രവർത്തനം, വ്യക്തതയും സുതാര്യതയും, തുടർച്ചയായ വികസനം. ഇതാണ് പള്ളിവാസൽ മാതൃക. ടൂറിസം വികസന പദ്ധതികൾ. ഷീ ലോഡ്ജ്, കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് തല വനിതാ താമസ സൗകര്യം. 1.5 കോടി രൂപയിലധികം ചെലവിൽ പൂർത്തിയാക്കിയ ഈ പദ്ധതി വനിതാ സഞ്ചാരികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കുന്നു. കോട്ടപ്പാറ ലൈറ്റ് ഹൌസ്, പ്രത്യേക ആകർഷണമാക്കിയ പുതിയ ലൈറ്റ് ഹൌസ് ടൂറിസം പോയിന്റ്. സെക്കൻഡ് മൈൽ സെൽഫി പോയിന്റ്, കുടുംബങ്ങൾക്കും യുവാക്കൾക്കും പ്രിയപ്പെട്ട ഫോട്ടോ സ്പോട്ട്. കരടിപ്പാറ വാച്ച് ടവർ, വിനോദസഞ്ചാരികൾക്ക് മനോഹര കാഴ്ചകൾ നൽകുന്ന വീക്ഷണ കേന്ദ്രം. ടേക്ക് എ ബ്രേക്ക് റെസ്റ്റ് സ്റ്റോപ്പുകൾ, യാത്രക്കാരുടെ സൗകര്യത്തിനായി 3 പൂർത്തിയാക്കി. കായിക വികസന പദ്ധതികൾ. ചിത്തിരപുരം സ്റ്റേഡിയം, കായിക പ്രേമികൾക്കായി 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആധുനിക സ്റ്റേഡിയം. കുരിശുപാറ മിനി ഗ്രൗണ്ട്, യുവാക്കൾക്കായി മിനി ഗ്രൗണ്ട് പൂർത്തീകരിച്ചു. ഇൻഡോർ ഷട്ടിൽ കോർട്ട്, ചിത്തിരപുരത്ത് ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് പൂർത്തിയായി. തൊക്കുപാറ ഇൻഡോർ കോർട്ട്, പുതിയ ഇൻഡോർ കോർട്ടിന് 24 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു. കുടിവെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ ജലവിതരണ സംവിധാനങ്ങൾ നടപ്പിലാക്കി. ബോർവെൽ പദ്ധതികൾ, ഭൂഗർഭജലം ലഭ്യമാക്കുന്നതിനായി നിരവധി ബോർവെൽ പദ്ധതികൾ നടപ്പിലാക്കി. ഹരിത പദ്ധതികൾ. ഹരിത കർമ്മസേന 100% പ്ലാസ്റ്റിക് ശേഖരണം ഉറപ്പാക്കി. മാലിന്യമുക്ത പള്ളിവാസൽ എന്ന ലക്ഷ്യത്തിലേക്ക്. ബയോജീബിൻ വിതരണം, കുടുംബങ്ങൾക്ക് ജൈവ മാലിന്യ സംസ്കരണ ബിൻ 1000-ലധികം ബിന്നുകൾ വിതരണം ചെയ്തു. MCF കുരിശുപാറ 6000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ആധുനിക മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി. സുസ്ഥിര പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് ഹരിത പഞ്ചായത്ത്. കാർഷിക പദ്ധതികൾ. ജൈവവളം വിതരണം, കർഷകർക്ക് സൗജന്യ ജൈവവളം നൽകി. പച്ചക്കറി തൈകൾ, വീട്ടുവളപ്പിൽ കൃഷിക്കായി തൈകൾ വിതരണം ചെയ്തു. മൺചട്ടിയും HD ചട്ടിയും, പരിസ്ഥിതി സൗഹൃദ കൃഷി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വീട്ടുവളപ്പിൽ കൃഷി, ജൈവ കൃഷി പ്രോത്സാഹനം. കൃഷി പ്രോത്സാഹനത്തിലൂടെ നാടിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. ഭവന പദ്ധതികൾ. ലൈഫ് മിഷൻ, ഭവനരഹിതർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. 254 വീടുകൾ നിർമ്മിച്ചു. PMAY, പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 30 വീടുകൾ നൽകി. ഭവനരഹിതർക്ക് വീട്, എല്ലാ ഭവനരഹിതർക്കും വീടുറപ്പാക്കി. 100% ലക്ഷ്യം കൈവരിച്ചു. മൃഗസംരക്ഷണ പദ്ധതികൾ. കരവ പശു പദ്ധതി, പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പശു വിതരണം നടപ്പിലാക്കി. ആടും കോഴി വളർത്തലും. ഗ്രാമീണ സ്വയം തൊഴിൽ പദ്ധതികൾ നടപ്പിലാക്കി. ക്ഷീരകർഷക ഇൻസെന്റീവ്, ക്ഷീരകർഷകർക്ക് പ്രോത്സാഹന ധനസഹായം വിതരണം ചെയ്തു. ഗ്രാമീണ ജീവനോപാധി പ്രോത്സാഹനം, കർഷക സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു. കുടുംബശ്രീ പദ്ധതികൾ. 156 സംരംഭങ്ങൾ വനിതകളുടെ സ്വയം തൊഴിലിനായി ആരംഭിച്ചു. ലിങ്കേജ് ലോൺ, 13,80,00,000 രൂപ ബാങ്ക് ലിങ്കേജ് വായ്പ. ബൾക്ക് ലോൺ, 3,58,00,000 രൂപ ബൾക്ക് വായ്പ വിതരണം. ആശ്രയ പദ്ധതി, 99 നിരാലംബ കുടുംബങ്ങൾക്ക് സഹായം. വനിതാ ശാക്തീകരണം, ആകെ 17 കോടി രൂപയിലധികം വായ്പ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ പദ്ധതികൾ. സ്മാർട്ട് അംഗനവാടി, ആധുനിക സൗകര്യങ്ങളോടെ 3 സ്മാർട്ട് അംഗനവാടികൾ പൂർത്തിയാക്കി. ശൈശവ വിദ്യാഭ്യാസത്തിന് പുതിയ മാനം. SC വിദ്യാർത്ഥി സഹായം, ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം. പഠനോപകരണങ്ങളും സമഗ്ര വിദ്യാഭ്യാസ സഹായവും നൽകി. പദ്ധതി വിജയകരമായി നടപ്പിലാക്കി. ആരോഗ്യ പദ്ധതികൾ. കല്ലാർ FHC 1,95,00,000 രൂപ ചെലവിൽ പുതിയ ഫാമിലി ഹെൽത്ത് സെന്റർ. ആംബുലൻസ് സർവീസ്, 24 മണിക്കൂർ ആംബുലൻസ് സേവനം. CSR ഫണ്ടിൽ നിന്ന് 24 ലക്ഷം രൂപ. തൊക്കുപാറ ഹെൽത്ത് സബ് സെന്റർ 55 ലക്ഷം രൂപ ചെലവിൽ ആരോഗ്യ ഉപകേന്ദ്രം. ഹെൽത്ത് ക്യാമ്പുകൾ. വൃക്ക ജീവിതശൈലി രോഗ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ക്യാൻസർ കെയർ പ്രോഗ്രാം, സമഗ്ര ക്യാൻസർ കെയർ പദ്ധതി നടപ്പിലാക്കി. സമഗ്ര ആരോഗ്യ പരിരക്ഷ, എല്ലാവർക്കും ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനം. സാമൂഹിക പദ്ധതികൾ. സജ്ജം 2025, വലിയ ജനപങ്കാളിത്തത്തോടെ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. ഭിന്നശേഷി ഉത്സവം, ഭിന്നശേഷിക്കാർക്കായി കലാ കായികമേള സംഘടിപ്പിച്ചു. വയോനിലാവും വയോകൽപ്പവും, മുതിർന്ന പൗരർക്ക് ചികിത്സാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ ഐക്യവും ക്ഷേമവും, എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ പരിഗണന. ജനകേന്ദ്രിതം, സുതാര്യം, വികസനം. ഇതാണ് പള്ളിവാസൽ മാതൃക. പഞ്ചായത്തിന്റെ വികസന തുടർച്ചയ്ക്ക് നാടിന്റെ സ്വന്തം. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് 10 LDF സ്ഥാനാർത്ഥി നമ്മുടെ സ്വന്തം VG പ്രതീഷ് കുമാറിനെ വിജയിപ്പിക്കൂ. നമ്മുടെ ചിഹ്നം അരിവാൾ ചുറ്റിക. പള്ളിവാസൽ മാതൃക തുടരട്ടെ.